ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ളൊരു പലഹാരമാട്ടോ. നമ്മളിത് ഗുലാബ് ജാമു കഴിക്കുന്ന പോലെയൊക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷേ എന്നാൽ ഗുലാബ് ജാമു എല്ലാ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് ചൂടോടുകൂടി പഞ്ചസാര ലായനിക്ക് ഇട്ടതുകൊണ്ടാട്ടോ ഇതുപോലെ പറ്റ മെൽറ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ ചൂടാറിയതിന് ശേഷം ഇട്ടാൽ നമുക്ക് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ഷേപ്പിൽ കിട്ടും. ഞാനിവിടെ കുറച്ച് ചൂടോട് കൂടി ഇട്ടതുകൊണ്ട് ഒന്ന് മെൽറ്റായിട്ട് പോയിട്ടുണ്ട്. എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു 3 ഏലക്ക കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കപ്പ് കൂടുതൽ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ പൊടിച്ച പഞ്ചസാരയിൽ നിന്നും പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പഞ്ചസാര ലായനി തിളപ്പിച്ചെടുക്കാം. ഇതിവിടെ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കണം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഈ പഞ്ചസാരയ്ക്ക് ഉരുകിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുറി നാരങ്ങ നീരും കൂടി ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി കുറുകിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ തീ ഓഫ് ചെയ്യാതെ തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തത് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഈ മാവ് അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു പോയിട്ടോ. നമ്മൾ ബ്രെഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബലമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അതിലേക്ക് ഇട്ടാലും ആ മധുരം അതിൽ പിടിക്കാറില്ല. പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്കിതിവിടെ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉരുളകളായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മാവ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ മാവ് അത്രയ്ക്കും സോഫ്റ്റാണ്, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇട്ടിട്ട് ഓരോ ഉരുളകളായിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തണുത്ത പഞ്ചസാര ലായനിക്ക് ഇടാം കേട്ടോ. ഞാനിവിടെ ചൂടോട് കൂടി ഇട്ടതുകൊണ്ട് പറ്റ അലിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ തണുത്തതിന് ശേഷം മാത്രം ഇടുക. എന്നാൽ തന്നെ അതിലേക്ക് നമ്മുടെ പഞ്ചസാര ലായനി പിടിക്കൂട്ട ആവശ്യത്തിന്. അപ്പോൾ അങ്ങനെ ഇട്ടാൽ മതി. ഇനി നമുക്കിത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇട്ടത് കുറച്ച് ചൂടോട് കൂടിയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെത് അലിഞ്ഞു പോയിട്ട് അത്രയ്ക്കും സോഫ്റ്റാണ് നമ്മുടെ ഈ സാധനം. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ അലിഞ്ഞങ്ങ് പോകും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഈ പലഹാരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്തേക്കിട്ടോ. ഞാൻ പറഞ്ഞത് മറക്കണ്ട, ചൂടോട് കൂടി ഇടണ്ട. നിങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം ഇട്ടാലും മതി.